ഇമ്പൾസ് നമ്മൾ നോക്കാൻ പോകുന്ന റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഇൻ റിസർച്ച് ആണ്. ഒരു റിസർച്ചിനെ സംബന്ധിച്ച് അതിന് എത്രത്തോളം റിലയബിലിറ്റി വേണം, എത്രത്തോളം വാലിഡിറ്റി വേണം എന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? നല്ല വാലിഡ് ആയിരിക്കണം, നല്ല റിലയബിൾ ആയിരിക്കണം എന്നെല്ലാവരും ഉത്തരം പറയും. പക്ഷേ മോർ ഓവർ അതിൽ നമ്മൾ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ റിലയബിലിറ്റി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, വാലിഡിറ്റി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സോ റിലയബിലിറ്റിയും വാലിഡിറ്റിക്കും രണ്ടും രണ്ടർത്ഥമാണ്. സോ ചില ആൾക്കാർ പറയും റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഒന്നാണെന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല. റിലയബിലിറ്റി എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ഓർ റിപ്പീറ്റബിലിറ്റി ആണ്. അതായത് ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് കൺസിസ്റ്റൻ്റ്, തുടക്കം മുതൽ അവസാനം വരെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. ഇത് റിപ്പീറ്റബിളും ആയിരിക്കണം, നമുക്ക് വീണ്ടും റീയൂസബിൾ ആയിരിക്കണം. അതുമാത്രമല്ല റിലയബിൾ ടെസ്റ്റ് ഗീവ് സിമിലർ റിസൾട്ട് ഓൺ റിപ്പീറ്റ്. നിങ്ങൾ എത്ര പ്രാവശ്യം ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ 10 പ്രാവശ്യം 50 പ്രാവശ്യം ചെയ്താലും ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ഇനി അത് മാത്രമല്ല, റിലയബിൾ റിസൾട്ട് ഇൻക്രീസ് വാലിഡിറ്റി. റിലയബിലിറ്റി കൂടുകയാണ് എന്നുണ്ടെങ്കിൽ വാലിഡിറ്റിയും കൂടും എന്നുള്ളതാണ്. സോ എറർ ഇൻ മെഷർമെൻറ്റ്. സോ നമുക്ക് ചെയ്യുന്നൊരു ടെസ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന റിസർച്ചിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അക്സെപ്റ്റബിൾ ആണോ? അല്ലേ? സോ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, മിനിമൈസ് വേണം ചെയ്യേണ്ടത്. എറേഴ്സ് ഒരു കാരണവശാലും ഉണ്ടാവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. എറേഴ്സ് പാടില്ല. റിലയബിലിറ്റി കൂടിയാൽ വാലിഡിറ്റി കൂടും. റിലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റബിലിറ്റിയും കൺസിസ്റ്റൻസിയും ആണ് എന്നുള്ള കാര്യം 2 പോയിന്റ് മനസ്സിലാക്കി വെക്കാം. സോ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിക്കുക. കൺസിസ്റ്റൻസി ഓഫ് സ്കോർ അക്രോസ് ഡിഫറെൻറ്റ് ഒക്കേഷൻ ഓർ ഇക്വലന്റ് ടൈം എന്നോ, അല്ലെങ്കിൽ കോറിലേഷൻ ബിറ്റ്വീൻ ഇക്വലന്റ് ടെസ്റ്റ് സ്കോർ ഫ്രം സെയിം ഗ്രൂപ്പ് എന്നോ, അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് ട്രൂ വേരിയൻസ് ഇൻ ഒബ്റ്റെയിൻ ടെസ്റ്റ് സ്കോർ. നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ള ഡെഫിനേഷൻ അത് പഠിക്കുക, ഇല്ലെങ്കിൽ മൊത്തം പഠിക്കുക കേട്ടോ. സോ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് റിലേറ്റബിലിറ്റി. സോ റിലയബിലിറ്റി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ബേസിക് ആയിട്ട് ബ്രോഡ് ആയിട്ടുള്ള കാറ്റഗറിയാണ് എക്സ്റ്റേണൽ കൺസിസ്റ്റൻസി പ്രൊസീജിയറും ഇന്റേണൽ കൺസിസ്റ്റൻസി പ്രൊസീജിയറും. എന്തൊക്കെയാണ്? എക്സ്റ്റേണലും ഉണ്ട്, ഇന്റേണലും ഉണ്ട്. മറന്ന് പോകരുത്. റിലയബിലിറ്റി മിക്കവാറും ചോദിക്കാറുണ്ട്. സോ എക്സ്റ്റേണൽ കൺസിസ്റ്റൻസി പ്രൊസീജിയർ എങ്ങനെയാണ്? കമ്പയർ ഫൈൻഡിങ് ഫ്രം 2 ഇൻഡിപെൻഡന്റ് ഡേറ്റ കളക്ഷൻസ്. സോ 2 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻസ് ഉണ്ടായിരിക്കും. അതിന് രണ്ടും കമ്പയർ ചെയ്ത് ഫൈൻഡിങ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. സെയിം ടെസ്റ്റ് സെയിം പീപ്പിൾ 2 ടൈം പോയിന്റ്. സോ സെയിം ടെസ്റ്റ് ആയിരിക്കും, സെയിം പീപ്പിൾ ആയിരിക്കും, പക്ഷെ 2 ടൈം പോയിന്റിലായിരിക്കും. മെഷർ സ്റ്റെബിലിറ്റി ഓവർ ടൈം. സോ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുവാണ്, ഇത് സ്റ്റേബിൾ ആണോ, ഹൈലി റിലയബിൾ ആണോ. അപ്പോൾ ഹൈ കോറിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹൈ റിലയബിൾ ആയിരിക്കും. ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. മെമ്മറി ഓർ ക്യാരി ഓവർ എഫക്റ്റ്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ടെസ്റ്റ് നടത്തിയിട്ട് ഞാൻ വീണ്ടും സെയിം ടെസ്റ്റ് ഡിഫറെൻറ്റ് ടൈം നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതെന്ത് ക്വസ്റ്റിനെ ചോദിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. പ്രാക്ടീസ് എഫക്റ്റ്. വീണ്ടും പ്രാക്ടീസ് ആകുമ്പോൾ സ്കോർ ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആബ്സെൻസ്. സോ പാർട്ടിസിപ്പൻസ് വേണമെങ്കിൽ ചില സമയങ്ങളിലൊക്കെ മിസ്സായി പോകാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പാരലൽ ഫോംസ് റിലയബിലിറ്റി, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഇക്വലന്റ് ഫോമാറ്റ് ആണ്. 2 equivalent but different form of test measure the same construct. കണ്ടോ? 2 equivalent ആണ്, പക്ഷെ ഡിഫറെൻറ്റ് ഫോം ഓഫ് ടെസ്റ്റ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക. 2 ഡിഫറെൻറ്റ് ടെസ്റ്റ്. ഇവിടെ സെയിം ടെസ്റ്റ് ഡിഫറെൻറ്റ് പോയിന്റ് അല്ലേ? ഇവിടെ തിരിച്ചിട്ടാണ്. സെയിം ഗ്രൂപ്പാണ്, സെയിം ഡിഫറെൻറ്റ് ഡേയിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടാവുക. ആൻഡ് പേഴ്സൺ കോറിലേഷൻ ഈസ് യൂസ്ഡ്. സോ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ റിഗറസ് മെത്തേഡാണ്. മിനിമൈസ് മെമ്മറി ആൻഡ് പ്രാക്ടീസ് എഫക്റ്റ്. കാര്യം ഡിഫറെൻറ്റ് ടെസ്റ്റ് ആണ്. എ എന്ന് പറയുന്ന ടെസ്റ്റും ബി എന്ന് പറയുന്ന 2 ഡിഫറെൻറ്റ് ടെസ്റ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ടൈമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. മറ്റേത് എ എന്ന് പറയുന്ന ടെസ്റ്റ് തന്നെയാണ് സെയിം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈമിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ആൻഡ് ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. difficult to create truly parallel forms, rarely used in practice due to cost and time. കാര്യം ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ പോപ്പുലേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ലിമിറ്റേഷനും ഉണ്ടാകും. ആ ലിമിറ്റേഷൻസ് നമ്മുടെ ടെസ്റ്റിനെ ഒരുപാട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. സോ ഇന്റേണൽ കൺസിസ്റ്റൻസി പ്രൊസീജിയർ ഉണ്ട്. ടെസ്റ്റ് ദ യൂണിഫോം വിത്തിൻ ദ ടെസ്റ്റ് ഐറ്റം. സോ നമ്മൾ ടെസ്റ്റ് ആയിട്ട് അകത്ത് യൂണിഫോമിറ്റി ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യാണ് ഇന്റേണൽ കൺസിസ്റ്റൻസി. സോ ഇത് മൊത്തം എക്സ്റ്റേണലിനകത്താണ് ഞാൻ എന്ത് പറഞ്ഞത്, ഈ ടെസ്റ്റ് റീടെസ്റ്റ്, പിന്നെ അതിനകത്ത് തന്നെ മെമ്മറി. സോ ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞു. പിന്നെ പാരലൽ ഫോം ഓഫ് റിലയബിലിറ്റി ഞാൻ പറഞ്ഞു. അതിനകത്താണ് അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസും പറഞ്ഞത് കേട്ടോ. ഇനിയാണ് ഇന്റേണൽ കൺസിസ്റ്റൻസി പ്രൊസീജിയർ പറയാൻ പോകുന്നത്. യൂണിഫോം വിത്ത് ടെസ്റ്റ് ഐറ്റം ആണ്. സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി. സോ നമ്മൾ 2 ഹാഫായിട്ട് റാൻഡംലി ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ കോറിലേഷൻ നോക്കുക. 2 ഹാഫിൻ്റെയും കോറിലേഷൻ നോക്കുകയാണ് ചെയ്യുക. ആൻഡ് പ്രോബ്ലം ഷോർട്ട് ടെസ്റ്റ് ഹാവ് ലോ റിലയബിലിറ്റി. സോ ഷോർട്ട് ടെസ്റ്റുകൾ കുഞ്ഞു ടെസ്റ്റ് ആണെങ്കിൽ എന്താണ്, റിലയബിലിറ്റി കുറവാണ്. സോ സ്പെർമാൻ ബ്രൗൺ ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം. R is equal to 2RHH divided by 1 plus RHH. ഫോമുല കാണാതെ പഠിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ കോറിലേഷൻ. ഇവിടെ അങ്ങനെയല്ല, 2 രീതിയിലുള്ള ടെസ്റ്റുകളാണ്. എ തന്നെ ഡിഫറെൻറ്റ് ടൈം പോയിന്റ്, ഇവിടെ AB എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ടൈം പോയിന്റ് കേട്ടോ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ അടുത്ത് കൂടെ റെക്കോർഡ്സ് ഫോമുലയുണ്ട്. 20 KR20 പറയും. സോ ഡൈക്കോട്ടമസ് ഐറ്റം 0 to 1 സ്കോറിംഗിലാണ് ഉപയോഗിക്കുന്ന ഫോമുല. KR - 20 is equal to N by N1 and 1 - sigma PQ by sigma
സിഗ്മ സ്ക്വയർ ആണ് കേട്ടോ. സോ n നമ്പർ ഓഫ് ഐറ്റം, സോ പ്രൊപ്പോർഷൻ ഓഫ് കറക്ഷൻ. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ, മനസ്സിലാക്കി പഠിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് ഏതർ പേരെഴുതുക, ഫോർമുല എഴുതുക, നമ്മളത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം നമുക്ക് റിസർച്ചിൽ നമുക്ക് അത്രയും നമുക്ക് വാരിക്കൂടി എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് ക്രോബാക്ക് ആൽഫയുണ്ട്. സോ മൾട്ടിപ്പിൾ സ്കോറിംഗ് ലെവലാണ്. സോ KR20യുടെ ജനറലൈസേഷൻ ആണ് കേട്ടോ. ഫോർമുല നോക്കിയാൽ ഭയങ്കര സെയിം ആണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്, ഒരു ഭംഗി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ ഫോർമുലയ്ക്ക് വേറെ വ്യത്യാസങ്ങളോ കാര്യമില്ല. ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുല ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ പേര് പഠിക്കുക, അറ്റ്ലീസ്റ്റ് ആ ഫോർമുലെങ്കിലും പഠിച്ചു വെക്കുക. കാര്യം ഇന്റേണൽ കൺസിസ്റ്റൻസി മാത്രം 5 മാർക്കിന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ അധികം ഇല്ല. ഈ ഫോർമുല ഇത്ര നമുക്ക് എഴുതേണ്ടി വരും. അതേപോലെ തന്നെ വീണ്ടും ഉണ്ട് ക്രോൺബാക്സ് ആൽഫയുണ്ട്. ഇത് നമ്മുടെ 4ാമത്തെ ഫോർമുലയാണ്. സോ മൾട്ടിപ്പിൾ സ്കോറിംഗ് ലെവലിലാണ് ഉപയോഗിക്കുക. KR20 ജനറലൈസേഷൻ തന്നെയാണ്. സോ n നമ്പർ ഓഫ് ഐറ്റം ആൻഡ് സം ഓഫ് ഇൻഡിവിജ്വൽ ഐറ്റം വേരിയൻസും വേരിയൻസ് ഓഫ് ടോട്ടൽ സ്കോഴ്സും വെച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. ആൽഫ റേഞ്ച് 0 to 1, ക്ലോസർ ടു 1 ആണെങ്കിൽ ഹയർ റിലയബിലിറ്റി. നമുക്ക് 1 അടുത്തോട് വരുവാണെങ്കിൽ എന്താണ് റിലയബിലിറ്റി കൂടി വരുവാണ്. ഇത് നിങ്ങൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഒരു ഡിസിഷൻ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇത് റിലയബിലിറ്റി എസ്റ്റിമേറ്റേഴ്സ് ആണ്. സോ ടെസ്റ്റ്, റീടെസ്റ്റ്, പാരൽ ഫോമർ, സ്പ്ലിറ്റ് ഓഫ്, KR20, ക്രോഡ്ബാക്സ് ആൽഫ, ഇന്ററേറ്റ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടേക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ടെസ്റ്റ് റീസെറ്റ് ആണെങ്കിൽ എക്സ്പെരിമെന്റൽ ക്വസി എക്സ്പെരിമെന്റൽ സെറ്റിംഗ്സിൽ ഉപയോഗിക്കും. സോ ലിമിറ്റേഷൻ ഉണ്ട്, പ്രാക്ടിക്കൽ മെമ്മറി എഫക്റ്റ് ആബ്സെൻറ്റീസ് ഉണ്ടാകും. ആൻഡ് പാരലൽ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഞാൻ ഒരു കോളമായി കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇൻ കേസ് ചോദിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു കോളമൊക്കെ വരച്ചൊന്ന് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം, ഈ സംഭവങ്ങൾ എഴുതിയാൽ മതിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ പേജും നിറഞ്ഞിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇതിലെല്ലാം നമ്മൾ പറഞ്ഞ സെയിം തന്നെയാണ്. ഇന്റർറേറ്റിലാണ് ഒബ്സർവേഷൻ റിസർച്ചും മൾട്ടിപ്പിൾ റേറ്റേഴ്സും വേണ്ടി വരും. ക്രോൺബാക്സ് ആൽഫ ആണെങ്കിൽ മൾട്ടിപ്പിൾ ഐറ്റം സ്കെയിൽസ് ആണ്. നീഡ് മെനി ഐറ്റം അസ്യൂംസ് ഈക്വൽ വേരിയൻസ്. സോ നമുക്ക് ഒരുപാട് ഐറ്റം വേണം, അത് മാത്രമല്ല ഈക്വൽ വേരിയൻസ് ആവശ്യമാണ്. KR20 ആണെങ്കിൽ ഡൈക്കോട്ടമസ് ഐറ്റം ആണ്, റൈറ്റ് ഓർ റോങ്, ഒന്നെങ്കിൽ ശരിയാകാം ഇല്ലെങ്കിൽ റോങ് ആകാം. സോ നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ നോൺ കോട്ടമസ് ഡൈക്കോട്ടമസ് ഐറ്റം കേട്ടോ. അപ്പം ലിമിറ്റേഷൻസ് പഠിക്കുക, ഇത് പഠിക്കുക, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, വലിയ പാടൊന്നും വരില്ല. ഇന്റേണൽ വാലിഡിറ്റി. സോ ഇന്റേണൽ വാലിഡിറ്റി എന്താണ്? The degree to the which a study can establish a causal relation between independent and dependent variable. 2 വേരിയബിൾ ഉണ്ടെന്ന് നമുക്കറിയാം. എന്താണ്? ഇൻഡിപെൻഡന്റും ഡിപ്പെൻഡ് വേരിയബിളും ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിന്റെ രണ്ടിന്റെയും എന്താണ് കാഷ്വൽ റിലേഷൻ പറയുക എന്നുള്ളതാണ്. സോ നമുക്ക് റിസർച്ചിലൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി റിസർച്ചൊക്കെ ഡിസൈനും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ഔട്ട്കം നമുക്ക് വരിക. സോ അച്ചീവ് ത്രൂ വെൽ കൺട്രോൾ എക്സ്പെരിമെന്റൽ ടെക്നിക്. സോ വെൽ കൺട്രോൾഡ് എക്സ്പെരിമെന്റൽ ടെക്നിക്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇന്റേണൽ വാലിഡിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അവിടെ തന്നെ നമുക്ക് ഇന്റേണൽ വാലിഡിറ്റി കുറച്ച് ത്രെഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോൺഫൗണ്ടിങ് ആണ്. സോ occurs when the effects of 2 variable cannot be separated. 2 വേരിയബിൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഓപ്ഷനിലാണ് കോൺഫൗണ്ടിങ്. പെർട്ടിക്കുലർലി പ്രോബ്ലമാറ്റിക് വെൻ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കനോട്ട് ബി ഫുള്ളി കൺട്രോൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുള്ളി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് സെലക്ഷൻ ബയാസ് ആണ്. occurs due to pre-existing difference between group. എന്താണ് pre-existing difference? നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ഡിഫറൻസ് കാരണം ഉണ്ടാവുകയാണ് ചെയ്യുക. സോ ദീസ് ഡിഫറൻസ് മേ occurs എഫക്ട് ഔട്ട്കം ആൻഡ് കമ്പാരിസൺ, ഗ്രൂപ്പ് കമ്പാരിസൺ. സോ ഇത് മേ ബി ഔട്ട്കമ്മിനെയോ അല്ലെങ്കിൽ ഈവൻ ഗ്രൂപ്പ് കമ്പാരിസൺ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് കാണിക്കാം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഹിസ്റ്ററി ആണ്. എക്സ്റ്റേണൽ ഇവന്റ്സ് ദാറ്റ് occurs during the study may influence participant response. എന്നാണ് എക്സ്റ്റേണൽ ഇവന്റ്സ് ആണ്. ബേസിക്കലി ഇപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ ദാറ്റ് occurs during the study may influence the participant response. സോ പാർട്ടിസിപ്പന്റ് റെസ്പോൺസിൽ മാറ്റങ്ങൾ വരും. ഇതത്രയേ ഉള്ളൂ. ത്രെഡ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി എന്താണെന്ന് ഡയറക്ട്ലി ചോദിക്കുവാണെങ്കിൽ എഴുതേണ്ട കാര്യങ്ങളാണ് കേട്ടോ. സോ മെച്ചുറേഷൻ, നാച്ചുറൽ ചേഞ്ചസ് നമുക്ക് ചിലപ്പോൾ പാർട്ടിസിപ്പൻസിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. റിപ്പീറ്റ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അവർ മേ ബി ഓർത്തിരിക്കാം, ഇല്ലെങ്കിൽ അവർ ചില കാര്യങ്ങളിലൊക്കെ അവർ സ്ട്രാറ്റജി യൂസ് ചെയ്യാം, ആൻസേഴ്സ് റിമെമ്പർ ചെയ്ത് വെക്കാം. ഇൻസ്ട്രുമെന്റ് ചേഞ്ച് ഉണ്ട്, നമ്മളെ ടൂൾസും ഇൻസ്ട്രുമെന്റും ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം, നമുക്ക് ചില സമയത്ത് ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകും. അതായത് നമുക്കൊരു പ്രോപ്പർ വാല്യൂ കിട്ടണം നിർബന്ധമില്ല. റിഗ്രഷൻ ടുവാർഡ് ദ മീൻ. സോ എക്സ്ട്രീം സ്കോർ ആണെന്നുണ്ടെങ്കിൽ ആവറേജ് ഓൺ റീടെസ്റ്റിംഗ് ഇൻഡിപെൻഡന്റ് ഫോർ ദ ട്രീറ്റ്മെന്റ് എഫക്ട്. സോ നമ്മളിപ്പം കൂടുതലായിട്ട് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും നമുക്ക് ഹൈ സ്കോർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റീടെസ്റ്റ് ചെയ്യുമോ? ചെയ്യുന്നത് കുറവായിരിക്കും അല്ലേ. സോ എക്സ്ട്രീം സ്കോർ ടെൻ ടു മൂവ് ടുവാർഡ് ദ ആവറേജ് ഓൺ റീടെസ്റ്റിംഗ്. സോ എക്സ്ട്രീം സ്കോർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആവറേജ് സ്കോർ പോവുകയും അങ്ങനെ റീടെസ്റ്റ് ചെയ്യേണ്ടി വരും, ഇൻഡിപെൻഡന്റ് ഓഫ് ദ ട്രീറ്റ്മെന്റ് എഫക്ട്. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയേണ്ടത് മോർട്ടാലിറ്റി ആണ്. സോ ലോസ് ഓഫ് പാർട്ടിസിപ്പൻറ്റ്. സോ ഏതൊരു സ്റ്റഡിയിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു പ്രോട്ടോകോൾ ഡീവിയേഷൻ ഉണ്ടാകാം. അവിടെ അത് ചിലപ്പം ഒരാൾ മരിച്ചു പോകാം, അങ്ങനെ സാമ്പിൾസ് മരിച്ചു പോകുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ബാധിക്കാം. ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. വെൻ ദ കൺട്രോൾ ഗ്രൂപ്പ് ഈസ് ഇൻഫ്ലുവൻസ് ബൈ ദ ട്രീറ്റ്മെന്റ് റെഡ്യൂസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിഫറൻസ്.
ഡിഫറൻസ്. സോ നമുക്ക് ഉണ്ടായിരുന്ന ഡിഫറൻസ് തന്നെ നമ്മൾ ചെയ്യുന്ന കൺട്രോൾ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം നമുക്കൊരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ട്രീറ്റ്മെൻറ്റിനെ. ആ സമയത്ത് ഡിഫറൻസ് റെഡ്യൂസ് ആകാം. ആൻഡ് കോമ്പൻസേറ്ററി റിവലറീസ് ഓർ റീസെൻഫുൾ ഡിമോൺസ്ട്രേഷൻ. സോ കൺട്രോൾ ഗ്രൂപ്പ് പാർട്ടിസിപ്പേറ്റ് മേ either ഓവർ കോമ്പൻസേറ്റ് ഓർ ലോസ് മോട്ടിവേഷൻ സ്ക്യൂയിങ് റിസൾട്ട്. സോ ഈ ചില സമയത്ത് നമുക്ക് ലോങ് ടേം സ്റ്റഡിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഫർദർലി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്തൊക്കെ ഒരു മെത്തഡോളജിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു പോകാം, റിസൾട്ട് ചിലപ്പം ടേപ്പർ ചെയ്ത് പോവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. So next one is experimental bias ആണ്. Unintentional influence may be experimental on the participants reduced through blinding and standardization. So ചില സമയങ്ങളിൽ ബയാസ് ഉണ്ടാവാറുണ്ട്. മിക്കവാറും എല്ലാ റിസർച്ചരും കുറച്ച് ബയാസ്ഡ് ആകാം. സോ അൺഇൻറ്റൻഷനലി ആയിരിക്കും ചിലപ്പം എന്താണ് എക്സ്പെരിമെൻറ്റ്സ് പാർട്ടിസിപ്പൻസിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇപ്പം ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ റിസർച്ചേഴ്സ് തോന്നും ഓക്കെ ഇവിടെ നമുക്ക് ഇത്രയും ചെയ്യേണ്ട, നമുക്ക് മാറ്റി തിരിച്ചൊക്കെ ചെയ്യാമെന്ന് തോന്നിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോഴത്തേക്കും അത് ഇച്ചിരി ബയാസ് ഒക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് എക്സ്റ്റേണൽ വാലിഡിറ്റി ആണ് കേട്ടോ. സോ എക്സ്റ്റേണൽ വാലിഡിറ്റി വെച്ചാൽ ഇസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് സ്റ്റഡി ഫൈൻഡ് ക്യാൻ ജനറലൈസ് ബിയോണ്ട് ദ സ്പെസിഫിക് സാമ്പിൾ സെറ്റിംഗ് ഓൺ ടൈം. സോ നമുക്കൊരു സ്പെസിഫിക് ടൈമിലോ സ്പെസിഫിക് സെറ്റിംഗ്സിൽ ബിയോണ്ട് ദി അല്ലെങ്കിൽ ജനറലൈസേഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് എക്സ്റ്റേണൽ വാലിഡിറ്റി ഇസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് സ്റ്റഡി ഫൈൻഡിങ്സ് ക്യാൻ ബി ജനറലൈസ്ഡ്. നമുക്ക് ചില സമയങ്ങളിൽ ചില സ്റ്റഡീസ് നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റും. So challenges often compromised by small non-repetitive sample or control lab environment. So ഇത് കോംപ്രമൈസ് ആവുന്നത് ചെറിയ സ്റ്റഡീസ്, പിന്നെ നോൺ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസിലോ ഈവൻ കൺട്രോൾ ലാബ് എൻവയോൺമെൻറ്റിലൊക്കെ ചില സമയങ്ങളിൽ ഇത് വരാറുണ്ട്. ഈ ജനറലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ബയാസിങ് ആണ് കേട്ടോ. ചില സമയങ്ങളിലൊക്കെ, എപ്പോഴുമല്ല, ചില സമയങ്ങളിൽ. കാരണം ജനറലൈസ് ആയി പോയി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ മാറിപ്പോയുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ നമുക്ക് ത്രെഡ്സ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ്, ട്രീറ്റ്മെൻറ്റ്, ഇൻട്രാക്ഷൻ. സോ യുണീക്ക് പാർട്ടിസിപ്പൻസിന് അവരവരുടെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റിനെ ഒരുപാട് ബാധിക്കും. സോ അവിടെ തന്നെ ലിമിറ്റിംഗ് ജനറലൈസബിലിറ്റി, ഓൺലി വോളണ്ടിയേഴ്സ് ഓർ സ്പെസിഫിക് പേഷ്യൻ ഗ്രൂപ്പ്. ഇനി സിറ്റുവേഷൻ ഫാക്ടേഴ്സ് ആണ്. എൻവയോൺമെന്റ് കണ്ടീഷൻ, ലൈറ്റ്, നോയ്സ്, ലൊക്കേഷൻ ഒക്കെ മേ ബി ഇൻഫ്ലുവൻസ് ചെയ്യാം. പ്രീ ടെസ്റ്റ് എഫക്ട്, നമ്മൾ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും വെക്കാറുണ്ട്. അപ്പോൾ പ്രീ ടെസ്റ്റിന് റെസ്പോൺസ് ചിലപ്പോൾ പോസ്റ്റ് ടെസ്റ്റിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഈവൻ പ്രീ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ ആൾക്കാർ സെൻസിറ്റീവ്സ് ആവും, പാർട്ടിസിപ്പൻസ്. ഓക്കെ ഇന്നതാണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളാണ് അവർക്ക് നേരത്തെ അറിയാൻ പറ്റും. പോസ്റ്റ് ടെസ്റ്റ് ആണെങ്കിലോ ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടിയ ഇത് വെച്ചിട്ട് അവർ ബയസ്ഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. റിലയൻസൻസ് ഓൺ പോസ്റ്റ് ടെസ്റ്റ് ടു ഒബ്സർവ് ട്രീറ്റ്മെന്റ് എഫക്ട് മേ നോട്ട് റിഫ്ലക്ട് ദ റിയൽ വേൾഡ് ആപ്ലിക്കബിലിറ്റി. സോ ഇവിടെ കിട്ടുന്ന ഉത്തരം ചിലപ്പം നമുക്ക് ആപ്ലിക്കബിൾ ആകണം എന്നൊരു നിർബന്ധമില്ല, നമുക്ക് ആവശ്യമുള്ളതിലേക്ക് വരണം എന്നൊരു നിർബന്ധമില്ല. നെക്സ്റ്റ് വൺ ഈസ് റൊസന്തൽ എഫക്റ്റ് ആണ്. എക്സ്പെരിമെന്റേഴ്സ് എഫക്ട്സ് എന്ന് പറയും. റിസൾട്ട് മേ നോട്ട് ബി റെപ്ലിക്കബിൾ, നമുക്ക് റെപ്ലിക്കബിൾ ചെയ്യാൻ പറ്റില്ല. അത് മേ ബി റിസർച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അത് ഒന്നെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കാം. ഓഫ് ദ ഒറിജിനൽ എക്സ്പെരിമെന്റൽ ബിഹേവിയർ ഓർ എക്സ്പെക്ടേഷൻ. സോ ഒന്നെങ്കിൽ എക്സ്പെരിമെന്റേഴ്സ് ബിഹേവിയറോ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കും അതുണ്ടാവുക. സോ സിമ്പിൾ ചാപ്റ്റർ ആണ്, അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് കാണാറില്ല. മിക്കവാറും സാമ്പിളിങ്സിലൊക്കെയാണ് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു പോയാൽ ഫോർമുല പഠിച്ചു വെച്ചാൽ മനസ്സിലാകുന്ന ഒരു ചാപ്റ്റർ മാത്രമാണ്. ഇത് അങ്ങനെ തന്നെ പഠിക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.